ഹലോ നമസ്കാരം. എല്ലാവർക്കും സ്ലീപ്പിംഗ് പിൽസ് സ്റ്റോറി ടൈമിലേക്ക് സ്വാഗതം. പതാലൽ തമ്പി നോവൽ നരവേട്ടയുടെ 9ാമത്തെ അധ്യായത്തിലേക്ക്. നിങ്ങൾ അഡ്വാൻസ് തരൂ, അയാളെ കൊല്ലുന്ന കാര്യം ഞാനേറ്റു. കൂടുതൽ സംസാരിക്കുന്നത് എനിക്കിഷ്ടമല്ല. അല്പം ശബ്ദമുയർത്തി വിശ്വനാഥൻ പറഞ്ഞു. ഞാൻ പറയുന്നത് ചെയ്യാനാണ് വിശ്വനാഥന് പ്രതിഫലം തരുന്നത്. സാധ്യമല്ലെന്ന് പറഞ്ഞില്ലേ? വിശ്വനാഥൻ കസേരയിൽ നിന്നും ചാടി എണീറ്റു. നിങ്ങൾക്ക് വയ്യെങ്കിൽ ഇക്കാര്യം അന്തോണിയോട് പറഞ്ഞ് ഞാൻ ശരിയാക്കിക്കൊള്ളാം. എന്റെ അനുവാദമില്ലാതെ നിങ്ങൾ അന്തോണിയെ കാണുകയില്ല. നിങ്ങൾ അനുവദിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എങ്ങനെ? ഇങ്ങനെ. ജയപ്രകാശ് പറഞ്ഞു തീർന്നതും അയാളുടെ മുഖം അടച്ച് ഒരു അടി കൊടുത്തതും ഒരുപോലെ കഴിഞ്ഞിരിക്കുന്നു. വിശ്വനാഥൻ ഒരിക്കലും ജയപ്രകാശിൽ നിന്നും ഒരു ആക്രമണം പ്രതീക്ഷിച്ചിരുന്നില്ല. സിംഹത്തെ പോലെ അയാൾ സടകുടഞ്ഞുകൊണ്ട് അലറി. എടാ റാസ്കൽ, ഞാന് ആരാണെന്ന് അറിയാമോ? അറിയാം. അയാളുടെ നടുവിനൊരു തൊഴി കൂടി ജയപ്രകാശ് കൊടുത്തു. വിശ്വനാഥൻ മിന്നൽ വേഗത്തിൽ ഒഴിഞ്ഞു മാറിയിട്ട് പിസ്റ്റൾ വലിച്ചെടുത്തു. അതേ നിമിഷം തന്നെ ജയപ്രകാശ് കാലുകൊണ്ട് അയാളുടെ കയ്യിൽ ശക്തിയായിട്ട് ഒരു അടി കൊടുത്തു. പിസ്റ്റൾ ദൂരേക്ക് തെറിച്ചുപോയി. വിശ്വനാഥൻ എന്നിട്ടും നിരാശനായില്ല. അയാൾ അരയിൽ തിരികിയിരുന്ന കടാര വലിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോൾ ജയപ്രകാശ് വലതുകാല് അയാളുടെ നെഞ്ചിൽ ശക്തിയോടെ പതിച്ചു. വിശ്വനാഥന്റെ കാർപ്പറ്റ് വിരിച്ച തറയിലേക്ക് മലർന്നടിച്ചു വീണു. അതേ നിമിഷം തന്നെ ജയപ്രകാശ് പിസ്റ്റൾ എടുത്ത് നീട്ടിക്കൊണ്ട് പറഞ്ഞു, ഇനി നീ ചലിച്ചുപോയ നിന്റെ തലച്ചോറ് ഞാൻ തകർക്കും. വിശ്വനാഥൻ പിന്നെ അനങ്ങിയില്ല. കണ്ണുകൾ തുറച്ച് ജയപ്രകാശിനെ നോക്കിക്കൊണ്ട് കിടന്നു. 50,000 രൂപയുടെ മോഹന വാഗ്ദാനത്തിൽ കുടുങ്ങി സ്വയം അപകടത്തിലേക്ക് എടുത്തു ചാടുകയായിരുന്നെന്ന് മനസ്സിലായി. അന്തോണി സാറിനോട് വിവരം പറഞ്ഞ മറ്റെന്തെങ്കിലും ക്രൂരശിക്ഷയായിരിക്കും ലഭിക്കുക. നേതാവിനെ വഞ്ചിച്ച് പണം സമ്പാദിക്കാൻ നോക്കിയതിന്റെ ഫലം. ഇയാൾ ആരാണ്? രഹസ്യ പോലീസ് ആയിരിക്കോ? എഴുന്നേക്കടാ. ജയപ്രകാശിന്റെ ആജ്ഞ കേട്ട് അയാളുടെ മനസ്സ് വീണ്ടും ജാഗ്രതയിലായി. ഇനി എന്നെ ഉപദ്രവിക്കരുത്, താക്കീത് ചെയ്യുന്ന ശബ്ദത്തിൽ വിശ്വനാഥൻ പറഞ്ഞു. ഉപദ്രവിച്ച അന്തോണി സാർ നിന്നെ ജീവനോടെ ഇരിക്കാൻ അനുവദിക്കില്ല. ഷട്ടപ്പ്. അന്തോണിയെ വഞ്ചിച്ചുകൊണ്ട് രഹസ്യ കച്ചവടം നടത്താൻ വന്ന നിന്നെ നീ ജീവനോടെ വിടുകയില്ല. നീയും ഞാനും തമ്മിൽ നടന്ന സംഭാഷണം ഞാൻ ടേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. TV സെറ്റിന്റെ പിന്നിൽ വെച്ചിരുന്ന ചെറിയ ടേപ്പ് റെക്കോർഡർ റിവൈൻഡ് ചെയ്ത ശേഷം അയാൾ പ്രേ ചെയ്തു. തുടർന്നു, നിന്റെ ജഡം ഏതെങ്കിലും ഓടയിൽ കിടക്കാൻ ഇത് മതിയാവും. നിങ്ങൾ ആരാണ്? നിനക്ക് ഇനിയും എന്നെ മനസ്സിലായില്ലേ? പരിഹാസ ചിരിയോടെ ജയപ്രകാശ് ചോദിച്ചു. ഇല്ല. കസേരയിൽ വന്നിരിക്കും, ഞാൻ വിശദീകരിച്ച് പറയാം. വിശ്വനാഥൻ എഴുന്നേറ്റ് കസേരയിൽ വന്നിരുന്നു. ജയപ്രകാശ് അയാളുടെ അടുത്ത് ചെന്ന് മുഖം അടച്ച് 2 അടി കൂടി കൊടുത്തിട്ട് ചോദിച്ചു, അന്തോണി എവിടെയാണ്? എനിക്ക് അറിഞ്ഞുകൂടാ. നിനക്ക് അറിഞ്ഞുകൂടെ? ജയപ്രകാശ് വീണ്ടും അയാളെ മർദ്ദിച്ചുകൊണ്ട് ചോദിച്ചു. അല്പം മുമ്പ് നീ പറഞ്ഞല്ലോ, കാളിയപ്പൻ എന്നോട് 50,000 രൂപ വാങ്ങിയതിനെ പറ്റി സൂത്രത്തിൽ അന്വേഷിച്ചെന്ന്. നീ പറയില്ലേ? ജയപ്രകാശ് അയാളുടെ മുടിക്കുള്ളിലേക്ക് ഇടത് കൈയുടെ 5 വിരലുകൾ കുത്തിപ്പിടിച്ച് മേൽപോട്ട് ഉയർത്തി. എന്നെ ഉപദ്രവിക്കരുത്, ഞാൻ സത്യം പറയാം. പറയൂ. അന്തോണി സാറ് സുഖമില്ലാതെ കിടക്കാണ്. എവിടെ? ആശുപത്രിയിലാണ്. എന്താണ് അയാൾക്ക് അസുഖം? ജയപ്രകാശ് വീണ്ടും വിശ്വനാഥന്റെ നേർക്ക് കൈയൊങ്ങി. ഉടനെ 2 കൈകളും കൂപ്പിക്കൊണ്ട് വിശ്വനാഥൻ ചോദിച്ചു, സാർ ആരാണ്? നിനക്ക് ഇതുവരെ മനസ്സിലായില്ലേ? ഇല്ല. എങ്കിൽ കേട്ടോളൂ, ഞാനൊരു കുറ്റാന്വേഷണ ഉദ്യോഗസ്ഥനാണ്. ജയപ്രകാശ് പറഞ്ഞത് കേട്ടപ്പോ വിശ്വനാഥന്റെ സപ്തനാടികളും തളർന്നുപോയി. എന്തു ചെയ്യണമെന്നറിയാതെ ജയപ്രകാശിന്റെ മുഖത്തേക്ക് നോക്കി അയാളെ പകച്ചിരുന്നു. തന്റെ ബോസിനോട് ആലോചിക്കാതെ 25,000 രൂപ മോഹിച്ചതിന്റെ ഫലം. ഇത്ര വലിയ ആപത്തിലേക്ക് സ്വയം വീഴുകയായിരുന്നല്ലോ എന്നോർത്തപ്പോ അയാൾക്ക് വല്ലാത്ത ദുഃഖം തോന്നി. താൻ മൂലം നല്ലവരിൽ നല്ലവനായ അന്തോണി സാറും കുഴിയിൽ ചാടാൻ പോകുന്നു. അന്തോണിയുടെ അടുത്ത് പറന്നെത്താൻ കഴിഞ്ഞിരുന്നെങ്കിൽ രണ്ടും നടക്കാൻ പോകുന്ന കാര്യമല്ലല്ലോ. ജമാലിനെ കൂടി മുറിക്കുള്ളിലേക്ക് കൂട്ടിക്കൊണ്ടു പോകേണ്ടതായിരുന്നു. എത്രയോ വലിയ മണ്ടത്തരമായി പോയി. അവന്റെ കയ്യിലും പിസ്റ്റളും കടാരയുണ്ട്. തങ്ങൾ രണ്ടുപേരെയും ഒരേ സമയത്ത് നേരിടാൻ എത്ര വിദഗ്ധനാണെങ്കിലും ഇയാൾക്ക് കഴിയുകയില്ല. പെട്ടെന്ന് വിശ്വനാഥൻ ഒരു ബുദ്ധി തോന്നി. ഒറ്റക്കുറിപ്പിൽ വാതിക്കൽ ചെന്നിട്ട് കതക് തുറക്കാൻ ശ്രമിക്കുക. ഇയാൾ പരാജയപ്പെടുത്താൻ ശ്രമിക്കുകയാണെങ്കിൽ ഉറക്കെ വിളിച്ചു കൂവണം. തീർച്ചയായും ജമാൽ വാതിന് പുറത്ത് കാത്തു നിൽക്കുന്നുണ്ടായിരിക്കും. താൻ വിളിച്ചു പോകുമ്പോൾ അല്പം ശബ്ദമെങ്കിലും പുറത്തേക്ക് പോകാതിരിക്കില്ല. വിശന്ന് കടന്ന കടവയെ പോലെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ട് നിൽക്കുന്ന ജയപ്രകാശിന്റെ മുഖത്തേക്ക് വിശ്വനാഥൻ നോക്കി. വിശ്വനാഥൻ ജയപ്രകാശും തമ്മിൽ 5-6 അടി ദൂരം ഉണ്ടായിരുന്നു. പെട്ടെന്നാണത് സംഭവിച്ചത്. വിശ്വനാഥൻ ഒറ്റ കുതിപ്പിന് വാതിക്കലെത്തി കതക് തുറക്കാൻ ശ്രമിച്ചു. കതക് തുറക്കാൻ കഴിയില്ലെന്ന് മനസ്സിലായപ്പോ തന്റെ സുഹൃത്തിനെ ഉറക്കെ വിളിച്ചു. വളരെ സമയം ഗോൾഡൻ ജൂബിലി മുറിയിൽ കാത്തിരുന്നിട്ടും വിശ്വനാഥനെ കാണാതെ വന്നപ്പോൾ ജമാൽ ജൂബിലി മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. അയാൾ 35-ാം നമ്പർ മുറിയുടെ വാതിക്കലെത്തിയപ്പോഴാണ് വിശ്വനാഥന്റെ ശബ്ദം കേട്ടത്. ഉടൻ തന്നെ ജമാല് അപകടം മണത്തറിഞ്ഞു. തന്റെ സുഹൃത്ത് തീർച്ചയായും ചതിയിൽ വീണിരിക്കുകയാണെന്ന് ജമാലിന് മനസ്സിലായി. അയാൾ സാവധാനം കതകിൽ മുട്ടി. ജയപ്രകാശും വിശ്വനാഥനും മുഖത്ത് 1 അടി കൊടുത്തതിനു ശേഷം തോൽച്ചു മുറിക്കുള്ളിലേക്ക് വീഴ്ത്തിയിട്ട് ശബ്ദമുയർത്തി. ആരാ? റൂം പോയി.
ജമാൽ മറുപടി പറഞ്ഞു. പൂട്ട് തുറന്നതിന് ശേഷം കതവിന്റെ പിന്നിൽ മറഞ്ഞു നിന്നുകൊണ്ട് അദ്ദേഹം ബോൾട്ടിൽ പിടിച്ചു തിരിച്ചു. അധ്യായം 16. കതകിന്റെ ബോൾട്ട് തിരിഞ്ഞ് അതേ സമയം തന്നെ ജമാൽ പിസ്റ്റൾ പിടിച്ചിരുന്ന വലതു കൈ കതകിന്റെ വിടവിൽ കൂടി ഉള്ളിലേക്ക് കടത്തിയതിനു ശേഷം ഉരുക്കു ശരീരം കൊണ്ട് കതക് തള്ളി തുറക്കാൻ ശ്രമിച്ചു. ജയപ്രകാശ് മനസ്സിൽ വിചാരിച്ച ഐഡിയ തന്നെയാണ് ജമാലിൽ നിന്നുണ്ടായത്. വലതു കൈ ഉള്ളിലേക്ക് കടത്തിയ അതേ സെക്കൻഡിൽ തന്റെ ശക്തി മുഴുവൻ ഉപയോഗിച്ച് ജയപ്രകാശ് കതക് അടയ്ക്കാൻ ശ്രമിച്ചു. ജമാലിന്റെ പിസ്റ്റളിൽ നിന്നും 2 വെടിയുണ്ടകൾ ലക്ഷ്യമില്ലാതെ ചീറിപ്പഞ്ഞു. മൂന്നാമത് കാഞ്ചി വലിക്കാൻ അവന് കഴിഞ്ഞില്ല. അതിനു മുമ്പ് കയ്യിലെ ഞരമ്പുകൾ പ്രവർത്തനരഹിതമായി കഴിഞ്ഞിരിക്കുന്നു. തന്റെ കയ്യിലെ അസ്ഥികൾ ഞെരിഞ്ഞമരുന്നത് അവന് മനസ്സിലാക്കി. പിസ്റ്റളിൽ മുറുകെ പിടിച്ചിരുന്ന വിരലുകൾ അയഞ്ഞു. പിസ്റ്റൾ വാതുക്കലേക്ക് വീണു. ജയപ്രകാശ് വലതുകാല് കൊണ്ട് പിസ്റ്റൾ തട്ടി തന്റെ കാൽ കീഴിൽ ഇടാൻ ശ്രമിക്കുമ്പോഴേക്കും വിശ്വനാഥൻ ഒറ്റക്കുതിപ്പിന് വാതുക്കലെത്തി. മിന്നൽ വേഗത്തിൽ അദ്ദേഹത്തിന്റെ വലതുകാൽ പ്രവർത്തിച്ചു. ഇക്കുറി പ്രതീക്ഷിക്കാത്തൊരു പ്രഹരമാണ് വിശ്വനാഥന് കിട്ടിയത്. അദ്ദേഹത്തിന്റെ ബൂട്ട്സിന്റെ മുൻവശം വിശ്വനാഥന്റെ കീഴ്ത്താടിയിലാണ് ശക്തിയായി ചെന്നുകൊണ്ടത്. തന്റെ കഴുത്തിൽ നിന്നും തല തെറിച്ചു പോകുന്നത് പോലെ ഒരു നിമിഷം വിശ്വനാഥന് തോന്നി. ഭാരമുള്ള വസ്തു താങ്ങി പിടിക്കുന്ന പോലെ അയാൾ 2 കൈകൊണ്ടും തലയിൽ താങ്ങി പിടിച്ചുകൊണ്ട് തറയിൽ കുത്തിയിരുന്നു. ജമാലിന്റെ ശക്തി മുഴുവൻ മഞ്ഞുകട്ട പോലെ ഉരുകിപ്പോയി. തനിക്ക് മുറിക്കുള്ളിലേക്ക് കടക്കാൻ കഴിയില്ലെന്ന് മനസ്സിലായപ്പോ എങ്ങനെയെങ്കിലും കൈ പുറത്തേക്ക് വലിച്ചെടുക്കാനായിരുന്നു അടുത്ത ശ്രമം. അതും പരാജയപ്പെട്ടു. കട്ടിലേക്കും കതകിലും ഇടയിൽ ഇരുന്ന് ശക്തിയായി കൈഞ്ഞെരുങ്ങിയതിന്റെ ഫലമായിട്ട് ചർമ്മത്തിൽ കാര്യമായി ക്ഷതമേറ്റു. രക്തം പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങി. എന്നിട്ടും ജയപ്രകാശ് പിന്മാറിയില്ല. പുറത്തു നിൽക്കുന്നയാളിന്റെ ഇടതു കൈയിലും ആയുധം കാണുമെന്ന് അദ്ദേഹം ഊഹിച്ചു. അദ്ദേഹത്തിന്റെ കണക്കുകൂട്ടൽ ശരിയായിരുന്നു. തന്റെ വലതു കൈയിൽ നിന്നും പിസ്റ്റൾ നഷ്ടപ്പെട്ട ഉടൻ അരയിൽ തിരികെ കടാര ഉപയോഗിച്ചുകൊണ്ട് വലിച്ചൂരി അയാൾ ഏതു നിമിഷവും അത് പ്രയോഗിക്കാൻ തയ്യാറായി നിൽക്കുകയായിരുന്നു. ഏതാനും മിനിറ്റ് കൂടി കഴിഞ്ഞപ്പോ ശരീരം മുഴുവൻ തളരുന്നത് പോലെ ജമാലിന് തോന്നി. എത്ര ശ്രമിച്ചിട്ടും ഇടതു കൈ കൊണ്ട് ഒരു ആക്രമണം നടത്താൻ അയാൾക്ക് കഴിഞ്ഞില്ല. കരകിൽ ഞെരുങ്ങിയിരിക്കുന്ന വലതു കൈയുടെ വിരലുകൾ മരവിച്ചു കഴിഞ്ഞു. വേദന സഹിക്കാൻ വയ്യാതെ അയാൾ ഞെളിപിരി കൊണ്ട് നിൽക്കുമ്പോ ഗോൾഡൻ ജൂബിലി റൂമിലെ പാർട്ടി കഴിഞ്ഞ് നിൽക്കുന്ന ആളുകൾ ഓരോരുത്തരായി പുറത്തിറങ്ങാൻ തുടങ്ങി. വലതു കൈ മുറിക്കുള്ളിലേക്ക് കടത്തി ഇടതു കൈയും കടാരയുമായി നിന്ന് കാൽട്ടടിക്കുന്ന അയാളെ കണ്ട് അവർ ഭയന്നു. ഗോൾഡൻ ജൂബിലി റൂമിൽ സർവീസ് നടത്തിക്കൊണ്ടിരുന്ന ബട്ട്ലറെയും വെയിറ്റർമാരെയും അവർ വിവരമറിയിച്ചു. ബട്ട്ലർ വേഗം ഓടി 35-ാം നമ്പർ റൂമില് അദ്ദേഹം എത്തി. സംഭവം നേരിൽ കണ്ട ഗോൾഡൻ ജൂബിലിയുടെ മുറിയിലെ റിസപ്ഷനിസ്റ്റ് ഫോണിൽ വിളിച്ച് വിവരം പറഞ്ഞു. റിസപ്ഷനിസ്റ്റ് ഉടൻ തന്നെ പോലീസിൽ വിവരം അറിയിച്ചു. പാർട്ടി കഴിഞ്ഞ് പുറത്തേക്ക് വന്ന ചിലർ ജമാലിനെ തിരിച്ചറിഞ്ഞു. അയാൾ ഏതാനും മിനിറ്റ് മുമ്പ് വരെ വിവാഹ പാർട്ടിയിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന ആളാണ്. വരന്റെയോ വധുവിന്റെയോ ബന്ധുവാണ് അയാൾ ആരുടെ കൂട്ടത്തിൽ വന്നതാണെന്ന് ഉടൻ തന്നെ അവർ അന്വേഷിക്കാൻ തുടങ്ങി. ഒടുവിൽ വരനും വധുവും 35-ാം നമ്പർ മുറിയുടെ വാതിക്കലെത്തി. അടിവിൽ വീണ എലിയെ പോലെ കടാരയുമായി കിടക്കുന്ന ആ മനുഷ്യൻ തങ്ങളുടെ ആരുമല്ലെന്ന് അവര് തറപ്പിച്ചു പറഞ്ഞു. അപ്പോഴേക്കും ഒരു SIയും 2 പോലീസുകാരും 35-ാം നമ്പർ മുറിയുടെ മുന്നിൽ പാഞ്ഞെത്തി. ജമാലിന്റെ കയ്യിലിരുന്ന കടാര അവര് പിടിച്ചു വാങ്ങി. സബ് ഇൻസ്പെക്ടർ വാതിലിൽ മുട്ടി വിളിച്ചു. ആരാണ് മുറിക്കുള്ളിൽ? നിങ്ങൾ ആരാണ്? അതേ ശബ്ദത്തിൽ ജയപ്രകാശ് ചോദിച്ചു. സബ് ഇൻസ്പെക്ടർ. കതകിന് വിടവിൽ കൂടി പുറത്തു നടക്കുന്ന കോലാഹലങ്ങൾ ജയപ്രകാശ് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. സബ് ഇൻസ്പെക്ടറും പോലീസുകാരും യഥാർത്ഥ ഉദ്യോഗസ്ഥർ തന്നെ ആയിരിക്കുമെന്ന് ജയപ്രകാശിന് സംശയം തോന്നി. ഒരുപക്ഷെ അവര് യഥാർത്ഥ പോലീസ് ഉദ്യോഗസ്ഥരല്ലെങ്കിൽ കഥ കഴിഞ്ഞത് തന്നെ. കൊള്ളയും കൊലയും തൊഴിലാക്കിയിട്ടുള്ള പല സംഘങ്ങൾക്കും ഇത്തരം വ്യാജ പോലീസുകാരുണ്ട്. ആദ്യം രംഗത്ത് വരുന്നത് അവരായിരിക്കും. പലപ്പോഴും കുറ്റവാളികൾ ഈ തന്ത്രം ഉപയോഗിച്ച് രക്ഷപ്പെട്ടിട്ടുണ്ട്. ഐ നീഡ് യുവർ ഐഡന്റിറ്റി കാർഡ്, ഇൻസ്പെക്ടറോട് ജയപ്രകാശ് പറഞ്ഞു. കഥകിന്റെ വിടവിൽ കൂടി സബ് ഇൻസ്പെക്ടർ തന്റെ ഐഡന്റിറ്റി കാർഡ് ജയപ്രകാശിന് കയ്യിൽ കൊടുത്തു. അദ്ദേഹം അത് വാങ്ങി പരിശോധിച്ചു. തൃപ്തിപ്പെട്ടതിന് ശേഷം പറഞ്ഞു, ഐ ആം ഡിറ്റക്റ്റീവ് ജയപ്രകാശ്. ഗുഡ് ഈവനിങ് സർ. താങ്കൾ കതക് തുറക്കൂ. അക്രമി ഞങ്ങളുടെ പിടിയിലാണ്. ഇവനെ രക്ഷപ്പെടാൻ അനുവദിക്കരുത്. ഞാൻ കതക് തുറക്കുകയാണ്. ജയപ്രകാശ് തന്റെ ശക്തി കുറച്ചിട്ട് പതുക്കെ കതക് തുറന്നു. ജമാലിനെ പോലീസുകാർ വിലങ്ങുവെച്ചു. സബ് ഇൻസ്പെക്ടർ മുറിക്കുള്ളിലേക്ക് കയറി ചെന്നു. വീണ്ടും അദ്ദേഹം ജയപ്രകാശിനെ സല്യൂട്ട് ചെയ്തുകൊണ്ട് ചോദിച്ചു, ഇയാളെയും കസ്റ്റഡിയിൽ എടുക്കണം സർ? അതെ. ഇവനെയും വിലങ്ങുവെക്ക്. ഞാൻ പുതിയ വില്ലനെ ഒന്ന് കാണട്ടെ. ജയപ്രകാശ് മുറിയിൽ നിന്നും പുറത്തേക്ക് വന്നു. ജമാലിന്റെ സമൃദ്ധമായ മുടിയിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. വിശ്വനാഥനുമായി തന്നെ പരിചയപ്പെടുത്തി കൊടുത്ത കസർത്തുകാരൻ. അവന്റെ മുഖം അടച്ച് 2 അടി ജയപ്രകാശ് കൊടുത്തിട്ട് വീണ്ടും മുറിക്കുള്ളിലേക്ക് കയറി. അപ്പോഴേക്കും വിശ്വനാഥനെ ഇൻസ്പെക്ടർ വിലങ്ങണിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. 2 പ്രതികളെയും കൊണ്ട് അവർ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. സ്റ്റേഷനിൽ എത്തിയ ഉടനെ 2 പേരെയും ജയപ്രകാശ് ചോദ്യം ചെയ്യാൻ തുടങ്ങി. കീത്താടിക്ക് ബൂട്ട് കൊണ്ടുള്ള അടിയേറ്റത് കാരണം വിശ്വനാഥന് ശരിക്കും സംസാരിക്കാൻ പോലും കഴിയില്ലായിരുന്നു. 2 പേരെയും പ്രത്യേകമായി ചോദ്യം ചെയ്യുന്നതാണ് നല്ലതെന്ന് മനസ്സിലാക്കി ജയപ്രകാശ് വിശ്വനാഥനെ മറ്റൊരു മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഇനി നിങ്ങൾ അന്തോണിയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് തികച്ചും മൗഢ്യമാണ്. ഞാൻ പറയുന്നത് സത്യമാണ്. അന്തോണി സാർ ചികിത്സയിൽ കഴിയുകയാണ്. എവിടെ?
അന്തോണിയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതോറും നിങ്ങളുടെ കഴുത്തില് വീഴാനുള്ള കുരുക്കുകൾ മുറുക്കുകയാണ്. ഞാൻ നിരപരാധിയാണ് സർ. നിങ്ങളുടെ സത്യസന്ധമായ മൊഴിയെ ആശ്രയിച്ചാണ് നിരപരാധിത്വം തെളിയിക്കേണ്ടത്. അതുകൊണ്ട് അന്തോണി എവിടെയാണെന്ന് പറയും. ശാരദ നഴ്സിംഗ് ഹോമിൽ ചികിത്സയിൽ കഴിയുകയാണ്. എവിടെയാണ് ഈ നഴ്സിംഗ് ഹോം? മറൈൻ ഡ്രൈവിൽ. എന്താണ് അന്തോണിയുടെ അസുഖം? നിതംബത്തിലും ഭുജത്തിലും ആരോ വടിവാള് കൊണ്ട് വെട്ടിയിട്ടുണ്ട്. പെട്ടെന്ന് ജയപ്രകാശിന്റെ മസ്തിഷ്കത്തിൽ കൂടി ഒരു മിന്നൽ പിണർ പാഞ്ഞുപോയി. കൊല്ലപ്പെട്ട പുഷ്പദാസനും കാളയപ്പനും വടിവാള് കൊണ്ട് മാരകമായ മുറിവേറ്റിട്ടുണ്ടായിരുന്നു. രണ്ടുപേരുടെയും മരണകാരണം വടിവാള് കൊണ്ടുള്ള മുറിയാണ്. അന്തോണിക്കും വെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പോലീസ് സംശയിക്കുന്ന ഓട്ടോറിക്ഷ ഡ്രൈവർ തന്നെയായിരിക്കണം 3 പേരെയും ആക്രമിച്ചിരിക്കുന്നത്. ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നിന്നും കുട്ടികളെ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നത് കാളിയപ്പനും അന്തോണിയുമാണെന്ന് സുധാകരൻ ഊഹം കിട്ടിക്കാണും. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് 5 പിഞ്ചു കുഞ്ഞുങ്ങളെ അന്തോണിയും കാളിയപ്പനും കൂടി ഗ്രാമത്തിലുള്ള വീട്ടിൽ നിന്നും കൊണ്ടുവന്നിരുന്നുവോ? എനിക്ക് അറിഞ്ഞൂടെ സർ. അവർക്ക് ഗ്രാമത്തിൽ ഒരു താവളം ഉണ്ടെന്ന് മാത്രം അറിയാം. അവരെന്താണ് നടക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടെ സർ. നിങ്ങൾ ആ വീട്ടിൽ പോയിട്ടില്ലേ? കാളിയപ്പൻ കൊല്ലപ്പെട്ട വിവരം പറഞ്ഞാണ് ആദ്യമായിട്ട് അവിടെ പോയത്. അന്തോണിയെ ആരാണ് മുറിവേൽപ്പിച്ചതെന്ന് അറിയാമോ? ഇല്ല. അയാൾ ആരാണ് ആശുപത്രി കൊണ്ടുപോയതെന്ന്? ഞാനും ജമാലും. ആരാണ് ആക്രമിച്ചതെന്ന് അന്തോണി പറഞ്ഞില്ലേ? ഇല്ല. അവര് സാധാരണയായിട്ട് കുട്ടികളെ തട്ടിക്കൊണ്ടുവരാറുണ്ടോ? കേട്ടിട്ടുണ്ട്. എന്നാൽ ഞങ്ങളാരും കണ്ടിട്ടില്ല. ആരാണ് ഈ ഞങ്ങളെന്ന് പറയുന്ന വ്യക്തികൾ? ഞാനും ജമാലും ഉൾപ്പെടെ 9 പേര്. നിങ്ങളെ കൂടാതെ 7 പേർ കൂടി ഈ ശൃംഖലയിൽ ഉണ്ട് അല്ലേ? അതെ. അവരും ഫാത്തിമ റോഡിലെ ആ കെട്ടിടത്തിൽ തന്നെയാണ് താമസിക്കുന്നത്. അതെ. നിങ്ങൾ വർക്ക്സ് മാനേജർ ആണെന്ന് അവിടെ വെച്ച് ഇന്നലെ എന്നോട് പറഞ്ഞിരുന്നല്ലോ. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? കാളിയപ്പനും അന്തോണിയും കക്ഷികളിൽ നിന്നും പണം വാങ്ങി കരാർ ചെയ്തിട്ട് എന്നെയാണ് ജോലി ഏൽപ്പിക്കുന്നത്. അതായത് കൊള്ളയും കൊലപാതകവും. മാരാറ് പണം വാങ്ങുന്നതും ചെണ്ട അടികൊള്ളുന്നു എന്ന് പറയുന്ന പഴമൊഴി പോലെ. സത്യത്തിൽ പിച്ചക്കാശിന് വേണ്ടിയിട്ട് എന്താക്രമവും കാണിക്കാൻ മടിക്കാത്ത നിങ്ങളെ വേണം കഴിമരത്തിൽ കയറ്റുവാൻ. സാർ ക്ഷമിക്കണം. അവർ ഞങ്ങളെ ഭീഷണിപ്പെടുത്തിയാണ് കുറ്റകൃത്യങ്ങൾ ചെയ്യിക്കുന്നത്. ഈ രാജ്യം ഭരിക്കുന്നത് കാളിയപ്പനും അന്തോണിയാണോ? അല്ല. എന്നാൽ അവരെ ഭയപ്പെട്ടാണ് ഞങ്ങൾ കഴിയുന്നത്. എടാ വിഡ്ഢി, ഇനിയും ഈ വാചകം ആവർത്തിച്ച മേൽത്താടി ഞാൻ അടിച്ചു പൊട്ടിക്കും. ആരോഗ്യം തടിമെടുക്കുള്ള 7 പേര് 2 പേരെ ഭയപ്പെട്ട് സ്വതന്ത്രമായിട്ട് അവരോടൊപ്പം ജീവിക്കുന്നത് ഭയം കൊണ്ടാണോ? കുറ്റകൃത്യങ്ങൾ ചെയ്ത് ധാരാളം പണം ലഭിക്കുമ്പോൾ എല്ലുമുറിയെ പണി ചെയ്ത് അഷ്ടിക്കുള്ളത് ഉണ്ടാക്കാൻ ഒരു വിഷമം. മനസാക്ഷിയില്ലാതെ ഏതൊരു മനുഷ്യനും ചെയ്യാവുന്നതാണ് സ്ഥിരം കുറ്റകൃത്യങ്ങൾ. പുഷ്പദാസിന്റെ കിങ്കരന്മാരായ മജീദും ഫ്രാഞ്ചിയും പറഞ്ഞതും ഇത് തന്നെയാണ്. പിസ്റ്റൾ കൊണ്ട് നടക്കാൻ സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുള്ള നിനക്ക് അനീതിയെ ചെറുത്തു തോൽപ്പിക്കാൻ ഭയമായിരുന്നോടാ? നീതിക്ക് വേണ്ടി ശമ്പളം വാങ്ങുന്ന എന്നെ നേരിടാൻ നിനക്ക് കഴിവും തൻ്റെ ഇടമുണ്ട്. അനീതിയെ ചെറുത്തു തോൽപ്പിക്കാൻ ആയുധം ഉണ്ടായിരുന്നിട്ടും നിനക്കത് കഴിഞ്ഞില്ല. അതുകൊണ്ട് നീ നിരപരാധിയല്ല. അന്തോണി കൂടി മരിച്ചു കഴിഞ്ഞാൽ ഈ നഗരത്തിലെ അടുത്ത ചക്രവർത്തി നീയായിരിക്കുമെന്ന് എനിക്കറിയാം. വർക്ക്സ് മാനേജർ ജനറൽ മാനേജറായി തീരാൻ വലിയ ചാൻസ് ഉണ്ട്. തൽക്കാലം നിന്നെ ഞാൻ ലോക്കപ്പിൽ അടയ്ക്കാണ്. ആവശ്യമെങ്കിൽ വീണ്ടും വരും. ജയപ്രകാശ് മുറിയിൽ നിന്നും ഇറങ്ങി. വിശ്വനാഥൻ അതുവരെ ഉണ്ടായിരുന്ന പ്രതീക്ഷ അസ്തമിച്ചു. കാളിയപ്പനെയും അന്തോണിയെയും തള്ളിപ്പറയുമ്പോൾ താൻ രക്ഷപ്പെടുമെന്നാണ് അയാൾ കരുതിയിരുന്നത്. എങ്ങനെയെങ്കിലും ഈ അന്തോണിയെ വിവരം ധരിപ്പിക്കാൻ കഴിഞ്ഞാൽ ഈ കാരാഗ്രഹത്തിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയുമെന്ന് അയാൾക്ക് തോന്നി. ജയപ്രകാശ് മുറിയിൽ നിന്നും പോയി കഴിഞ്ഞപ്പോൾ വിശ്വനാഥനെ ലോക്കപ്പിലിടാൻ ചെന്ന പോലീസുകാരോട് നയത്തിൽ സംസാരിച്ചു നോക്കിയിട്ട് വേദനിക്കുന്ന മനസ്സും ശരീരവുമായി അയാൾ ലോക്കപ്പിൽ തലകുമ്പിട്ടിരുന്നു. ജമാലിനെയും ജയപ്രകാശിനെയും ചോദ്യം ചെയ്തു. വിശ്വനാഥൻ പറഞ്ഞതിനപ്പുറത്ത് അയാൾക്കൊന്നും അറിഞ്ഞുകൂടായിരുന്നു. 2 പേരെയും സൂക്ഷിച്ചുകൊള്ളണമെന്ന് സബ് ഇൻസ്പെക്ടർ പ്രത്യേകം നിർദ്ദേശം നൽകിയിട്ട് ഡിറ്റക്റ്റീവ് ജയപ്രകാശ് ഒരു ടാക്സിയിൽ കയറി മറൈൻ ഡ്രൈവിലുള്ള നഴ്സിംഗ് ഹോമിലേക്ക് തിരിച്ചു. ശാരദ നഴ്സിംഗ് ഹോം വെറും 4 ബെഡുകൾ മാത്രമുള്ള ചെറിയൊരു പ്രൈവറ്റ് ആശുപത്രിയായിരുന്നു. അവഹിത പ്രശ്നങ്ങളായിരുന്നു അവിടുത്തെ വലിയ കേസുകൾ. കാരണം അവിടെ മറ്റു രോഗികൾ പോകാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. പുരുഷനായാലും സ്ത്രീയായാലും ശാരദ നഴ്സിംഗ് ഹോമിൽ പോയെന്നറിഞ്ഞ അവഹിത പ്രശ്നങ്ങൾക്ക് വേണ്ടിയാണെന്നാണ് പൊതുജനം തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. മിക്ക ദിവസങ്ങളും ആശുപത്രിയിലെ 4 ബെഡുകളും ഒഴിഞ്ഞു കിടക്കുകയായിരിക്കും. BSc നഴ്സിംഗ് റാങ്കുള്ള ഒരു നഴ്സും ഡോക്ടറായ അവരുടെ ഭർത്താവും കൂടിയാണ് ആ ആതുരാലയം നടത്തുന്നത്. ആതുരാലയത്തിന് അടുത്ത് തന്നെയാണ് അവരുടെ താമസവും. രാത്രിയിൽ വരുന്ന രോഗികൾക്ക് അത് കാരണം വലിയ ബുദ്ധിമുട്ടൊന്നും അനുഭവപ്പെടുകയില്ല. ആദ്യം ഡോക്ടറുടെ വീട്ടിലാണ് കൺസൾട്ടിങ് നടത്തുക. നഴ്സിംഗ് ഹോമിലെ 1-ാം നമ്പർ ബെഡ് മാത്രം ഒരു രഹസ്യമുറിയായിട്ടാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. പണമുള്ളവർക്ക് വളരെ രഹസ്യമായി ചികിത്സ നടത്തേണ്ടവർക്കും മാത്രമായിട്ട് പ്രസ്തുത മുറി റിസർവ് ചെയ്തിരിക്കുകയാണ്. ആ മുറിയിലാണ് അന്തോണിയെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്. ജനറൽ വാർഡിലെ 3 കട്ടിലും ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു. പാതിരാത്രി കഴിഞ്ഞ സമയത്ത് ഹോമിന്റെ പടിക്കൽ ഒരു ടാക്സി വന്നു നിൽക്കുന്ന ശബ്ദം കേട്ടുകൊണ്ടാണ് അന്തോണിയുടെ കൂടെ ഇരുന്ന വിൽസൺ എഴുന്നേറ്റ് ജനാലയിലൂടെ താഴേക്ക് നോക്കിയത്. ടാക്സിയിൽ വന്നിറങ്ങിയ നഴ്സിംഗ് ഹോമിലേക്ക് കയറി ചെല്ലുന്ന മനുഷ്യനെ കണ്ടപ്പോൾ അവന് വല്ലാത്ത സംശയം തോന്നി. പെട്ടെന്ന് അവൻ അന്തോണിയുടെ ചെവിയിൽ എന്തോ അടക്കം പറഞ്ഞു. അദ്ദേഹം 17 നഴ്സിംഗ് ഹോമിനോട് ചേർന്നുള്ള ഡോക്ടറുടെ വീട്ടിൽ കയറാതെ
ആരും അങ്ങോട്ട് നേരിട്ട് കയറി ചെല്ലുകയില്ലായിരുന്നു. പ്രത്യേകിച്ച് രാത്രികാലങ്ങളിൽ. ഡോക്ടർ അദ്ദേഹത്തിന്റെ വസതിയിൽ തന്നെയാണ് ഉണ്ടായിരിക്കുക എന്നുള്ളത് പൊതുജനങ്ങൾക്കും അറിവുള്ള കാര്യമായിരുന്നു. നഴ്സിംഗ് ഹോമിൽ മറ്റു രോഗികളില്ലായിരുന്നു. ആ സ്ഥിതിക്ക് അങ്ങോട്ട് കയറി ചെല്ലുന്ന നവാഗതനെ സംശയദൃഷ്ടിയോടെയാണ് വിൽസൺ വീക്ഷിച്ചത്. അപരിചിതനായ ഒരാള് നഴ്സിംഗ് ഹോമിലേക്ക് കയറി വരുന്നുണ്ടെന്നുള്ള വിവരം അയാള് അന്തോണിയെ ധരിപ്പിച്ച ഉടനെ അയാൾ ചാടി എണീറ്റു. ആശുപത്രിയുടെ ജനൽ വഴി പുറത്തേക്കിറങ്ങി പൈപ്പ് ലൈനിൽ പിടിച്ച് ടെറസിന്റെ മുകളിൽ കയറി നിശബ്ദനായിട്ടിരുന്നു. ഡിറ്റക്റ്റീവ് ജയപ്രകാശ് മുറിയുടെ കതകിൽ മുട്ടി. വിൽസൺ കതക് തുറക്കാതെ നിശബ്ദനായിട്ട് നിന്നു. വീണ്ടും ജയപ്രകാശ് കതകിൽ മുട്ടിയപ്പോ അയാള് കട്ടിൽ നിന്ന് എഴുന്നേറ്റ് ചെന്നു കതക് തുറന്നു. വാതുക്കൽ നീട്ടിപ്പിടിച്ച പിസ്റ്റളുമായി നിൽക്കുന്ന അപരിചിതനെ കണ്ട് അയാൾ ഞെട്ടിപ്പോയി. വിൽസനെ ശക്തമായി പിന്നോട്ട് തള്ളിയിട്ട് ജയപ്രകാശ് മുറിക്കുള്ളിൽ കയറി കതകടച്ചു. ഓടാമ്പലിട്ടതിനു ശേഷം ശബ്ദം താഴ്ത്തി ചോദിച്ചു, നീയാണോ അന്തോണി? അല്ല. എന്താ നിന്റെ പേര്? വിൽസൺ. ജയപ്രകാശ് മുമ്പോട്ട് നിന്ന് അവരുടെ ഷർട്ട് വലിച്ചു കീറി കളഞ്ഞിട്ട് ഉടുത്തിരുന്ന ലുങ്കിയും അഴിച്ചു ദൂരേക്കെറിഞ്ഞു. വിശ്വനാഥൻ പറഞ്ഞതുപോലെ അയാളുടെ ശരീരത്തിൽ മുറിവുകളൊന്നും ഉണ്ടായിരുന്നില്ല. ജയപ്രകാശ് അയാളെ പിടിച്ചുകൊണ്ട് അടുത്ത മുറിയിൽ കയറി പരിശോധിച്ചു. ഒഴിഞ്ഞുകിടക്കുന്ന 3 കട്ടിൽ മാത്രമേ ജനറൽ വാർഡിലുണ്ടായിരുന്നു. ഇവിടെ മറ്റു രോഗികളൊന്നുമില്ലേ? എനിക്ക് അറിഞ്ഞൂടാ. നീ എന്തിനാണ് ഇവിടെ താമസിക്കുന്നത്? വയറുവേദനയായിരുന്നു, ഇപ്പൊ കുറവുണ്ട്. ഇവിടെ അഡ്മിറ്റ് ചെയ്തിരുന്ന അന്തോണി എവിടെ പോയി? എനിക്കൊന്നും അറിഞ്ഞൂട് സാറേ. ഈ നഴ്സിംഗ് ഹോമിൽ നഴ്സും ഡോക്ടർമാരൊന്നുമില്ലേ? ഉണ്ട്. അവരെവിടെയാണ്? അടുത്തുള്ള വീട്ടിലാണ് താമസം. നീ എന്നോടൊപ്പം വരൂ. വിൽസൺ ലുങ്കി എടുത്ത് വാതുക്കിലേക്ക് നടന്നു. ജയപ്രകാശ് നീട്ടിപ്പിടുത്ത പിസ്റ്റളുമായിട്ട് അയാളെ അനുഗമിച്ചു. സ്റ്റെയർ കേസ് ഇറങ്ങി അടുത്ത വീടിന്റെ വരാന്തയിലേക്ക് എത്തി. ഭിത്തിയിൽ ഡോക്ടറുടെ നെയിം പ്ലേറ്റ് വെച്ചിരിക്കുന്നു. ജയപ്രകാശ് കണ്ടു. അദ്ദേഹം കോളിംബെൽ ബെല്ല് വിരലമർത്തി. ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഡോക്ടർ വന്ന് വാതിൽ തുറന്നു. നീട്ടിപ്പിടിച്ച പിസ്റ്റളുമായിട്ട് നിൽക്കുന്ന അപരിചിതനെ കണ്ടപ്പോൾ ഡോക്ടർ ഞെട്ടിപ്പോയി. ഭയന്ന് കിടക്കുന്ന വിൽസനെ കൂടി കണ്ടപ്പോൾ എന്തോ കുഴപ്പം സംഭവിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. നിങ്ങളാണോ ഡോക്ടർ വിക്രമൻ നായർ? ജയപ്രകാശ് ചോദിച്ചു. അതെന്ത് വേണം? ഈ നഴ്സിംഗ് ഹോം നിങ്ങളുടേതാണോ? അതെ. അല്പം സംസാരിക്കാനുണ്ട്. നിങ്ങൾ ആരാണ്? ഭയന്നിരളിക്കുന്ന ശബ്ദത്തിൽ ഡോക്ടർ ചോദിച്ചു. ഞാൻ കുറ്റാന്വേഷണ ഉദ്യോഗസ്ഥനാണ്. ഡോക്ടർ വിക്രമൻ നായരുടെ ഹൃദയം പടപടാന്ന് അടിക്കാൻ തുടങ്ങി. നിയമവിരുദ്ധമായ അനേകം കേസുകൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ക്രിമിനൽ പുള്ളിയായ ഒരാളെ വളരെ രഹസ്യമായി ചികിത്സിച്ചു വരികയാണ്. ഡോക്ടറുടെ മുഖം വിവരണമാവുന്നത് ജയപ്രകാശ് കണ്ടു. അദ്ദേഹത്തിന്റെ അനുവാദത്തിനായി കാത്തു നിൽക്കാതെ വിൽസനോട് പോർട്ടിക്കോയിലേക്ക് കയറാൻ അദ്ദേഹം പറഞ്ഞു. വിൽസൺ അർച്ചർച്ച് പോർട്ടിക്കോയിലേക്ക് കയറി. പിന്നാലെ ജയപ്രകാശും പോർട്ടിക്കോയിലേക്ക് പ്രവേശിച്ചു. ഡോക്ടർ വിക്രമൻ നായർ അപ്പോഴും ശിലാപ്രതിമ പോലെ ജയപ്രകാശിനെ ഉറ്റുനോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. തന്നെ ഏത് കേസിന്റെ ആവശ്യത്തിനായി ചോദ്യം ചെയ്യാനാണ് കുറ്റാന്വേഷണ ഉദ്യോഗസ്ഥൻ എത്തിയിരിക്കുന്നതെന്ന് ആലോചിക്കുകയായിരുന്നു അയാൾ. ഡോക്ടറോട് തന്റെ എതിർവശത്ത് കിടന്ന കസേരയിൽ വന്നിരിക്കാൻ പറഞ്ഞിട്ട് ജയപ്രകാശ് ഒരു കസേരയിലിരുന്നു. വിൽസനോടും ഇരിക്കാൻ പറഞ്ഞു. ഡോക്ടർ മരവിച്ച മനസ്സുമായിട്ട് കസേരയിൽ ഇരുന്നുകൊണ്ട് ചോദിച്ചു, എന്താണ് ഇൻസ്പെക്ടർ വിശേഷം? നിങ്ങളെപ്പോലെയുള്ളവർ പ്രാക്ടീസിനുണ്ടെങ്കിൽ വിശേഷം മാത്രമേ ഈ രാജ്യത്തുണ്ടായിരിക്കുള്ളൂ. ജയപ്രകാശ് പറഞ്ഞതിന്റെ അർത്ഥം പെട്ടെന്ന് ഡോക്ടർ വിക്രമൻ നായർക്ക് മനസ്സിലായി. അദ്ദേഹം പതിയെ കണ്ണുകൾ കൊണ്ട് ജയപ്രകാശിന്റെ മുഖത്തേക്ക് നോക്കി. ഭ്രൂണഹത്യ ഇന്ത്യയിൽ നിയമവിരുദ്ധമല്ല. എന്റെ നഴ്സിംഗ് ഹോമിൽ ഭ്രൂണഹത്യ നടത്താറുണ്ട്. അതെനിക്കറിയാം. കുറ്റവാളികളെ രഹസ്യമായി ചികിത്സിക്കാനുള്ള അധികാരം ആരാണ് നിങ്ങൾക്ക് നൽകിയത്? ഐ സി. താങ്കൾ പറഞ്ഞു വരുന്നത് എനിക്ക് മനസ്സിലായി. ഇപ്പോൾ നഴ്സിംഗ് ഹോമിൽ കിടക്കുന്ന രോഗിയെ കുറിച്ചാണ്. അയാളെ ക്രിമിനൽ പുള്ളി ആയിരിക്കാം. എന്നാലും ഞാൻ ചികിത്സിക്കുന്നത് കാൽ വഴുതി കോടാലിയുടെ പുറത്തു വീണത് കൊണ്ടുണ്ടായ മുറിവിനാണ്. എന്നിട്ട് വിൽസനോടായിട്ട് ചോദിച്ചു, നിന്റെ സാറുമായിട്ട് ഇൻസ്പെക്ടർ സംസാരിച്ചില്ലേ? കർണത്ത് അടിയേറ്റ വിഷമത്തോടെ ഡോക്ടറുടെ ചോദ്യം വിൽസൺ കേട്ടത്. ആളെ ഞെട്ടിത്തിരിഞ്ഞ് ജയപ്രകാശിന്റെ മുഖത്തേക്ക് നോക്കി. ജയപ്രകാശ് കസേരയിൽ നിന്ന് എണീറ്റ് വിൽസന്റെ മൂക്കടച്ച് ഒരടി കൊടുത്തു. റാസ്കൽ, നീ എന്നെ കബളിപ്പിക്കാൻ ശ്രമിക്കായിരുന്നല്ലേ? സർ, വീണ്ടും കള്ളം പറയാൻ തുടങ്ങിയായിരിക്കും. അന്തോണി എവിടെയാണ് ഒളിപ്പിച്ചിരിക്കുന്നത്? വേഗം പറയൂ. വീണ്ടും ജയപ്രകാശ് അയാളുടെ മുഖത്ത് 4-5 ഇടി കൂടി കൊടുത്തു. വിൽസന്റെ കണ്ണും മുഖവും ചുവന്നു. അപരിചിതനായ ഇയാൾ തന്റെ അന്തകനായി തീരുമെന്ന് അയാൾ കരുതിയിരുന്നില്ല. അന്തോണി രക്ഷപ്പെട്ടിരിക്കുന്നു. അയാൾക്ക് വേണ്ടി താൻ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥന്റെ തല്ലുകൊള്ളുന്നു. ഇൻസ്പെക്ടർ അന്തോണിയുമായി സംസാരിച്ചില്ലേ? ഡോക്ടർ ഇടയ്ക്ക് കയറി ചോദിച്ചു. ഇല്ല, ഞാൻ നഴ്സിംഗ് ഹോമിൽ വരുമ്പോ ഇവൻ മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഇവനെ വയറ്റുവേദനയ്ക്ക് ചികിത്സിക്കായിരുന്നോ? അല്ല, എന്റെ രോഗിയുടെ കൂടെ ഇരിക്കുന്ന ആളാണ്. മറ്റൊരു കള്ളം കൂടി പറഞ്ഞ് സ്വയം കുരുക്കിൽ ചെന്ന് വീഴേണ്ടെന്ന് പറഞ്ഞ് വിക്രമൻ നായര് അവസാന ഘട്ടത്തിൽ വിൽസനെ തള്ളി പറഞ്ഞു. യഥാർത്ഥത്തിൽ അന്തോണിയെ രഹസ്യമായി ചികിത്സിക്കുന്നതിന് ഡോക്ടർ വിക്രമൻ നായർക്ക് നല്ലൊരു തുക അന്തോണിയിൽ നിന്നും കൈപ്പറ്റിയിരുന്നു. നിന്റെ സാർ എവിടെയാണ്? ജയപ്രകാശ് വീണ്ടും അവന്റെ നേരെ തിരിഞ്ഞു. താങ്കൾ വരുന്നത് കണ്ടപ്പോൾ അന്തോണി സാർ രക്ഷപ്പെട്ടു. ഞാൻ വരുമ്പോൾ വാതിൽ അടഞ്ഞു കിടക്കുകയായിരുന്നല്ലോ. അതെ, ജനാല വഴിയാണ് അന്തോണി സാർ രക്ഷപ്പെട്ടത്. കള്ളനെ കൂട്ടു നിൽക്കുന്ന നിന്നെ വേണം സത്യത്തിൽ ഇടിച്ച് ചാറ് പിഴിയേണ്ടത്. ജയപ്രകാശ് അയാളുടെ കൈകൾ രണ്ടും പിന്നോട്ട് പിടിച്ചു കെട്ടിയിട്ടു.
ഡോക്ടർ വിക്രമൻ നായരോട് പറഞ്ഞു. ഇവൻ രക്ഷപ്പെട്ടാൻ നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല. അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി. ടാക്സി കാണാതിരുന്നപ്പോൾ അദ്ദേഹം പരിസരമെല്ലാം അന്വേഷിച്ചു. ഡ്രൈവർക്ക് പണം നൽകിയിരുന്നില്ല. അയാൾ എവിടെയെങ്കിലും കാണുമെന്ന് ജയപ്രകാശ് വിചാരിച്ചു. എന്നാൽ വിൽസനെയും കൊണ്ട് ജയപ്രകാശ് ഡോക്ടറുടെ വീട്ടിലേക്ക് കയറിപ്പോകുന്നത് നഴ്സിംഗ് ഹോമിന്റെ ടെറസിന്റെ മുകളിലിരുന്ന് അന്തോണി കാണുന്നുണ്ടായിരുന്നു. ഈ സമയം പാഴാക്കിയാൽ താൻ രക്ഷപ്പെടുകയില്ലെന്ന് മനസ്സിലാക്കിയ അയാള് പൈപ്പിലൂടെ ഇറങ്ങി ജനാലയിൽ ചവിട്ടി മുറിക്കുള്ളിലേക്ക് പ്രവേശിച്ചു. ശബ്ദമുണ്ടാക്കാതെ സ്റ്റെയർ കേസ് ഇറങ്ങി വന്ന് ടാക്സിക്കുള്ളിൽ കയറി ഇരുന്നിട്ട് വണ്ടി വിടാൻ ഡ്രൈവറോട് പറഞ്ഞു. ഡ്രൈവർ വിസമ്മതിച്ചപ്പോൾ അയാൾ പിസ്റ്റൾ എടുത്ത് കാണിച്ചുകൊണ്ട് വണ്ടി വിടാൻ ആവശ്യപ്പെട്ടു. അനുസരിക്കാൻ മാത്രമേ ഡ്രൈവർക്ക് മാർഗം ഉണ്ടായിരുന്നുള്ളൂ. ശാരദ നഴ്സിംഗ് ഹോമിൽ നിന്നും 4-5 കിലോമീറ്റർ പിന്നിട്ടപ്പോഴാണ് അന്തോണിക്ക് ഈ ശ്വാസം നിറവിടുന്നത്. സീറ്റിൽ അമർന്നിരിക്കാൻ കഴിയാതെ മുൻസീറ്റില് ബലമായി പിടിച്ചുകൊണ്ട് അയാള് കുനിഞ്ഞു നിൽക്കുകയായിരുന്നു. ഇടത്തേക്ക് വിടൂ. ഒരു ജംഗ്ഷനിൽ എത്തിയപ്പോ അന്തോണി ഡ്രൈവർക്ക് നിർദ്ദേശം കൊടുത്തു. ടാക്സി ഇടത്തേക്ക് തിരിഞ്ഞ് നാഷണൽ ഹൈവേയിലേക്ക് പ്രവേശിച്ചു. ഭയം കൊണ്ട് ഡ്രൈവർ വല്ലാതെ കിതക്കുന്നുണ്ടായിരുന്നു. തന്റെ നിയന്ത്രണത്തിൽ നിന്ന് വിട്ട് കാറ് പാളിപ്പോയി അപകടം സംഭവിക്കുന്ന പോലും അയാൾ ഭയപ്പെട്ടിരുന്നു. സാർ, ദയവായി വിടൂ, ഞാനൊരു പാവപ്പെട്ട ഡ്രൈവറാണ്. നാഷണൽ ഹൈവേയുടെ കാർ പറഞ്ഞുകൊണ്ടിരുന്നപ്പോ കരയുന്ന സ്വരത്തിൽ ഡ്രൈവർ പറഞ്ഞു. ഞാൻ നിങ്ങളെ ഉപദ്രവിച്ചില്ലല്ലോ. ഇല്ല, എന്നാൽ ഞാൻ കൂടുതൽ സംസാരിക്കണമെന്നില്ല. ഞാൻ പറയുന്നത് അനുസരിച്ചാൽ മാത്രം മതി. അടുത്ത കവലയിലെത്തുമ്പോൾ കാർ വലത്തേക്ക് വിടണം. ഡ്രൈവർ അനുസരിച്ചു. കുറെ ദൂരം ഓടിക്കഴിഞ്ഞപ്പോൾ ടാക്സി നിർത്താൻ അന്തോണി ആവശ്യപ്പെട്ടു. ഡ്രൈവർ ബ്രേക്ക് ചവിട്ടി. ഡോർ തുറന്ന് ഒരു നന്ദി വാക്കുപോലും പറയാതെ അന്തോണി തൊട്ടടുത്തുള്ള കെട്ടിടത്തിലേക്ക് കയറിപ്പോയി. പണം കിട്ടിയില്ലെങ്കിലും തന്റെ ജീവൻ തിരിച്ചു കിട്ടിയതിൽ ഡ്രൈവർക്ക് വളരെ ആശ്വാസം തോന്നി. മരണത്തെ മുമ്പിൽ കണ്ടുകൊണ്ട് തള്ളി നീക്കിയ നിമിഷങ്ങളിൽ ക്ഷേത്രക്കാർക്കും പള്ളികൾക്കും നേർച്ച നേരുന്നത് എത്രയുണ്ടെന്ന് പോലും അയാൾക്കറിയാൻ കഴിഞ്ഞില്ല. അന്തോണി കാറിൽ നിന്ന് ഇറങ്ങിയ ഉടനെ ലക്ഷ്യമില്ലാതെ കുറച്ചു നേരം കൂടി അയാൾ തന്റെ വാഹനം ഓടിച്ചു പോയിട്ട് ഒരു ജംഗ്ഷനിൽ നിർത്തി. പോലീസിൽ വിവരം അറിയിക്കണോ? താൻ പോലീസിൽ വിവരം അറിയിച്ചു കഴിഞ്ഞാൽ വീണ്ടും അയാളുടെ ഭീഷണി നേരിടേണ്ടി വരില്ലേ? 2 ചോദ്യങ്ങളുടെ അയാളുടെ മനസ്സിൽ നിന്നും കിടന്ന് ഉരുണ്ടുമറിഞ്ഞു. ഒടുവിൽ പോലീസിൽ പരാതിപ്പെടണ്ട എന്ന് തന്നെ അയാൾ തീരുമാനിച്ചു. ടാക്സി സ്റ്റാൻഡിലേക്ക് പോയി. മറ്റു ടാക്സിക്കാരോടും അയാൾ വിവരം പറഞ്ഞില്ല. റോഡിലും പരിസരത്തും താൻ സഞ്ചരിച്ച ടാക്സി കിടപ്പുണ്ടോ എന്ന് അന്വേഷിച്ച് നിരാശനായി ജയപ്രകാശ് ഡോക്ടർ വിക്രമൻ നായരുടെ വീട്ടിലേക്ക് കയറി ചെന്നു. അപ്പോൾ പൂമുഖത്ത് ഡോക്ടറുടെ ഭാര്യ ശാരദയും എത്തിയിട്ടുണ്ടായിരുന്നു. ഉറക്കച്ചടവോടെയുള്ള അവരുടെ മുഖത്ത് ഭയത്തിന്റെ ലാഞ്ചന അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞു. താൻ സഞ്ചരിച്ചിരുന്ന ടാക്സി കാണാനില്ലെന്ന് ജയപ്രകാശ് പറഞ്ഞപ്പോൾ ഡോക്ടറുടെ ഭയം വർദ്ധിച്ചു. നാശം, ഇനിയും ഇവിടെ നിന്ന് പോകാൻ സമയമെടുക്കുമെന്ന് അദ്ദേഹം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് പറഞ്ഞു. ഒരു ടാക്സി ഇങ്ങോട്ട് അയക്കാൻ ടൗണിലേക്ക് വിളിച്ച് പറയാം. ഇവിടെ ടെലിഫോൺ ഉണ്ടോ? ഉണ്ട്. എങ്കിൽ ഞാൻ തന്നെ സംസാരിച്ചോളാം. അദ്ദേഹം പോലീസ് സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്തു. 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പോലീസ് ജീപ്പ് ഡോക്ടറുടെ വീടിന് മുന്നിലെത്തി. വിൽസനെ പോലീസുകാർ ജീപ്പിനുള്ളിൽ കയറ്റി. ഡോക്ടറുടെ ശ്വാസം നേരെ വീണത് അപ്പോഴാണ്. അദ്ദേഹം ദീർഘമായൊന്ന് ശ്വാസം കഴിക്കുന്നത് കേട്ടുകൊണ്ട് ജയപ്രകാശ് പറഞ്ഞു. ഡോക്ടർ കൂടി ജീപ്പിൽ കയറൂ. എന്തിനെ? നമുക്കല്പം സംസാരിക്കാനുണ്ട്. ഇവിടെ വെച്ച് സംസാരിക്കാമല്ലോ. രാത്രിയുള്ള പേഷ്യൻസ് വന്ന അത് സാറില്ല, ഉടനെ നിങ്ങൾക്ക് മടങ്ങിപ്പോരാം. നോ, ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് വരികയില്ല. പെട്ടെന്ന് ജയപ്രകാശിന്റെ മുഖം കോപം കൊണ്ട് ചുവന്നു. അദ്ദേഹം ഡോക്ടറെ തറപ്പിച്ചൊന്ന് നോക്കിയിട്ട് പറഞ്ഞു. ഡോക്ടറെ, നിങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് വരേണ്ട ആവശ്യമുണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. മര്യാദയ്ക്ക് ജീപ്പ് കയറുന്നതാണ് നല്ലത്. നിങ്ങൾ കാര്യം എന്താണെന്ന് പറയൂ. ഡോക്ടർക്ക് ദേഷ്യം വന്നു. ജയപ്രകാശ് മുമ്പോട്ട് നിന്ന് ഡോക്ടറുടെ കഴുത്തിന് പിടിച്ചുകൊണ്ട് തള്ളിക്കൊണ്ട് പറഞ്ഞു. ഇനിയും ഷാഡ്യം പിടിച്ച ചുരുട്ടിക്കുട്ടി ഞാൻ ജീപ്പിലേക്ക് എറിയും. പിന്നെ ഡോക്ടർ ഒന്നും പറഞ്ഞില്ല. അയാൾ ഭാര്യയെ ദയനീയമായിട്ടൊന്ന് നോക്കിയിട്ട് ജീപ്പിൽ കയറിയിരുന്നു. വാതിൽ പൂട്ടിയിട്ട് കിടന്നുറങ്ങിക്കൊള്ളാൻ ജയപ്രകാശ് ശാരദയോട് പറഞ്ഞിട്ട് അവരോടൊപ്പം ജീപ്പിൽ കയറിയിരുന്നു. ജീപ്പ് മുമ്പോട്ട് കുതിച്ചു. ഏതാനും മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവർ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചേർന്നിരുന്നു. സ്റ്റേഷനിലെത്തിയ ഉടനെ ജയപ്രകാശ് ഡോക്ടർ വിക്രമൻ നായരെ ചോദ്യം ചെയ്തു. ആദ്യം അദ്ദേഹം സത്യം തുറന്നു പറയാൻ മടിച്ചെങ്കിലും അവസാനം മർദ്ദനമേൽക്കേണ്ടി വരുമെന്ന് മനസ്സിലായപ്പോൾ തന്റെ പേഷ്യന്റ് വടിവാൾ കൊണ്ടുള്ള വെട്ടേറ്റിട്ടുണ്ടെന്ന് സമ്മതിച്ചു. തൽക്കാലം നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കഴിയുക. ഞാൻ പറഞ്ഞിട്ട് വീട്ടിൽ പോയാൽ മതി. അവസാനം ജയപ്രകാശ് പറഞ്ഞു. ഞാൻ ചെയ്തത് തെറ്റാണെന്നറിയാം. എന്നാൽ മരണഭീഷണി നേരിട്ടപ്പോഴാണ് വഴങ്ങിയത്. ഒരു കല്ല് വെച്ച നുണ കൂടി ഡോക്ടർ പറഞ്ഞു. ആയിരിക്കാം, അല്ലെന്ന് ഞാൻ തീർത്തു പറയുന്നില്ല. ഡോക്ടറെയും ലോക്കപ്പിലിട്ട് പൂട്ടാൻ പോലീസുകാരോട് ജയപ്രകാശ് പറഞ്ഞു. ഈ സമയം ഡോക്ടറുടെ വീട്ടുപടിക്കൽ ഒരു ടാക്സി വന്നു നിന്നു. പെട്ടെന്ന് 4 ചെറുപ്പക്കാർ ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി. അധ്യായം 18. വിശ്വനാഥനെയും ജമാലിനെയും കാണാതിരുന്നപ്പോൾ അടുത്ത റാങ്കുകാരനായ രാജപ്പൻ്റെ നേതൃത്വത്തിൽ എത്തിയായിരുന്നു അവർ 4 പേരും. അവർ നഴ്സിംഗ് ഹോമിലേക്ക് കയറി ചെന്നു. പെട്ടെന്ന് അവർ 4 പേരും ഞെട്ടിപ്പോയി. നഴ്സിംഗ് ഹോം ശൂന്യമായി കിടക്കുന്നു. അന്തോണി സാറും വിൽസണും അവിടെ? അവരെ രഹസ്യ പോലീസ് പിടിച്ചുകൊണ്ടുപോയി കാണുമോ? പെട്ടെന്ന് അവർ ഡോക്ടർ വിക്രമൻ നായരുടെ വീട്ടിലേക്ക് ചെന്ന് കോളിംഗ് ബെല്ലിൽ സ്വിച്ചിൽ വിരലമർത്തി.
തൻ്റെ ഭർത്താവ് തിരിച്ചെത്തിയതായിരിക്കുമെന്ന് കരുതി ശാരദ വാതിൽ തുറന്നു. കരുത്തും ചുരുക്കുമുള്ള 4 ചെറുപ്പക്കാരെ കണ്ടപ്പോൾ അവർ ഭയപ്പെട്ടു പോയി. പെട്ടെന്ന് അവർ വാതിൽ അടയ്ക്കാൻ തുടങ്ങിയപ്പോൾ രാജപ്പൻ കതക്കിൽ ശക്തിയായിട്ടൊന്ന് തൊഴി കൊടുത്തു. കതകിൻ്റെ പിന്നിൽ നിന്നിരുന്ന ശാരദ തെറിച്ചുപോയി. 2 പേരോട് പുറത്തു നിൽക്കാൻ പറഞ്ഞിട്ട് രാജപ്പനും മറ്റൊരാളും കൂടി പൂമുഖത്തേക്ക് കയറിച്ചെന്നു. രാജപ്പൻ അവരെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. നിങ്ങൾ ആരാണ്? അന്തോണി സാറിൻ്റെ ആളുകളാണ്. അതേവിടെ? അറിഞ്ഞൂടെന്നോ? എവിടെ ഡോക്ടർ? പോലീസ് പിടിച്ചുകൊണ്ടുപോയി. എന്തിന്? അന്തോണി സാറ് രക്ഷപ്പെട്ടപ്പോൾ പോലീസിൻ്റെ ഭർത്താവിനെ പിടികൂടി. വിൽസൺ രക്ഷപ്പെട്ടോ? ഇല്ല, അയാളെയും പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. നിങ്ങൾ പറയുന്നത് സത്യമാണോ? അതെ. ഉടൻ തന്നെ രാജപ്പൻ ടെലിഫോണിലടുത്തേക്ക് നടന്നു. അയാൾ സങ്കേതത്തിലേക്ക് ഫോൺ ചെയ്തു. അവിടെ ഉണ്ടായിരുന്നവർ 2 പേരോടും ഉടൻ തന്നെ അവിടെ നിന്ന് മാറിക്കൊള്ളാൻ പറഞ്ഞിട്ട് റിസീവർ ക്ലാഡിൽ വെച്ചിട്ട് ശാരദയോട് പറഞ്ഞു. ചിലപ്പോൾ പോലീസ് ഇവിടെ വീണ്ടും വരാനുള്ള സാധ്യതയുണ്ട്. ഞങ്ങളിവിടെ വന്നിരുന്നതായിട്ട് അവരോട് പറയരുത്. രാജപ്പനും കൂട്ടാളികളും പുറത്തിറങ്ങി. പെട്ടെന്ന് രാജപ്പന് മറ്റൊരാശയം തോന്നി. അന്തോണി സാറിനെയും വിൽസണെയും രഹസ്യ പോലീസ് കൊണ്ടുപോയിരിക്കുകയാണ്. അവരുടെ നിർദ്ദേശപ്രകാരമാണ് ഡോക്ടറുടെ ഭാര്യ സംസാരിക്കുന്നതെന്ന് വന്നുകൂടെ? തങ്ങളെ വലയിൽ വീഴിക്കാനുള്ള എന്തെങ്കിലും തന്ത്രമായിരിക്കാം. അതുകൊണ്ട് ഡോക്ടറുടെ ഭാര്യയെ വെറുതെ വിടുന്നത് ശരിയല്ല. രാജപ്പൻ വീണ്ടും വീടിനകത്തേക്ക് കയറി. അയാളെ ടെലിഫോൺ കണക്ഷൻ വേർപെടുത്തിയിട്ട് പറഞ്ഞു, ഞങ്ങൾക്കെതിരായിട്ട് എന്തെങ്കിലും പോലീസിനോട് പറഞ്ഞാൽ പിന്നെ നിന്നെ ഞാൻ വെറുതെ വിടുകയില്ല. ഞാൻ പറഞ്ഞത് സത്യമാണ്. എന്താണ് തെളിവ്? തെളിവ്? ഞാനെന്ത് തെളിവ് തരാനാണ്? സത്യം പറഞ്ഞു, അത് വിശ്വസിക്കുക. ഞാൻ അത്ര വലിയ വിഡ്ഢിയാണെന്ന് നീ വിചാരിച്ചു അല്ലേ? അന്തോണി സാർ രക്ഷപ്പെട്ടു. നിരപരാധിയായ ഡോക്ടറെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. എന്തൊരു വിരോധാഭാസം! രാജപ്പൻ മുമ്പോട്ട് നിന്ന് അവരുടെ മുടിയിൽ ചുറ്റിപ്പിടിച്ചു. അപ്പോൾ പുറത്തു നിന്നവർ ഉറക്കെ ബഹളം വെക്കുന്നത് കേട്ട് രാജപ്പൻ വെളിയിലേക്ക് ചാടി. പോലീസ് ജീപ്പ് വരുന്നുണ്ട്. അവരെല്ലാവരും പെട്ടെന്ന് ടാക്സിയിൽ കയറിയിരുന്നു. മിന്നൽ വേഗത്തിൽ അവിടെ നിന്ന് അപ്രത്യക്ഷരായി. പോലീസ് ജീപ്പ് ഡോക്ടറുടെ വീടിന് മുമ്പിൽ നിന്നു. സബ് ഇൻസ്പെക്ടർ ജീപ്പിൽ നിന്ന് ഇറങ്ങി വീട്ടിനുള്ളിലേക്ക് കയറി ചെന്നു. ഇൻസ്പെക്ടറെ കണ്ട ഉടനെ ഡോക്ടറുടെ ഭാര്യ എഴുന്നേറ്റ് വാതിക്കിലേക്ക് നടന്നുകൊണ്ട് പറഞ്ഞു, ഇപ്പോൾ 2 പേരെ എന്നെ ആക്രമിക്കാൻ വന്നു. അവരുടെ ടെലിഫോണിൻ്റെ കണക്ഷൻ വേർപെടുത്തി. എൻ്റെ ഭാഗ്യം കൊണ്ടാണ് സാറിപ്പോൾ വന്നത്. അവരെന്ത് പറഞ്ഞു? അതുവരെ ഉണ്ടായിരുന്ന സംഭവങ്ങൾ ശാരദ വിശദീകരിച്ചു. ഉടൻ തന്നെ വയർലെസ്സിൽ കൂടി പോലീസ് സ്റ്റേഷനിലേക്ക് സബ് ഇൻസ്പെക്ടർ മെസ്സേജ് നൽകി. ഉടൻ തന്നെ മറ്റൊരു ജീപ്പിൽ പോലീസ് ഡിറ്റക്റ്റീവ് ജയപ്രകാശും DYSP അശോകനും ഫാത്തിമ റോഡിലുള്ള അവരുടെ സങ്കേതത്തിലേക്ക് തിരിച്ചു. 3/4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവർ ഫാത്തിമ റോഡിലുള്ള അന്തോണിയുടെ വസതിയിലെത്തി. 1 മണിക്കൂർ സമയം കെട്ടിടവും പരിസരവും പരിശോധിച്ചെങ്കിലും അവിടെയെങ്ങും ആരെയും കാണാൻ കഴിഞ്ഞില്ല. നേരം വെളുക്കാൻ ഏതാനും നാഴിക മാത്രമേ അവശേഷിച്ചിട്ടുള്ളൂവെന്ന് DYSP അശോകനോടൊപ്പം ജയപ്രകാശ് അദ്ദേഹം താമസിക്കുന്ന ഹോട്ടലിലെത്തി. ഇനി എന്ത് ചെയ്യാനാണ് താങ്കൾ ഉദ്ദേശിക്കുന്നത്? DSP ചോദിച്ചു. താങ്കൾ പൊയ്ക്കോളൂ. ഞാൻ യാത്ര ചെയ്തിരുന്ന ടാക്സിയെ പറ്റി അന്വേഷിച്ചിട്ട് താങ്കളുടെ ആവശ്യമുണ്ടെങ്കിൽ പറയാം. ശരി. DSP ജീപ്പിൽ കയറി പോലീസ് സ്റ്റേഷനിലേക്ക് തിരിച്ചു. 10 മണിവരെ വിശ്രമിക്കാമെന്ന് കരുതി ജയപ്രകാശ് കിടക്കയെ ശരണം പ്രാപിച്ചു. അന്തോണി രക്ഷപ്പെട്ടുവെങ്കിലും അയാൾ അത്ര പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങാൻ സാധ്യതയില്ലെന്ന് സുധാകരന് നല്ല ഉറപ്പുണ്ടായിരുന്നു. പ്രിയരെ, നമ്മുടെ കഥ ഇവിടെ തുടരുകയാണ് കേട്ടോ. ഇതിൻ്റെ അടുത്ത ഭാഗമായിട്ട് നാളെ നമുക്ക് വീണ്ടും കാണാം. ഒത്തിരി സ്നേഹത്തോടെ സ്ലീപ്പിംഗ് വിത്ത് സ്റ്റോറി ടൈം.